ദൈവത്തിൽ മഹത്വം. ഞാനിന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ജെയിംസ് എം ഡേവിഡ്. ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ 33 വർഷത്തോളമായി സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യം ഉത്തർപ്രദേശിൽ 15 വർഷം 3 സ്ഥലങ്ങളിൽ 2 ഡിസ്ട്രിക്റ്റുകളിലായി പ്രവർത്തിച്ചു. അതിനുശേഷം ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് 4.5 വർഷം പ്രവർത്തിച്ചു. പിന്നെ ഹരിയാനയിൽ അംബാല എന്ന് പറഞ്ഞ സ്ഥലത്ത് 5.5 വർഷം സുവിശേഷ വേല ചെയ്തു. അതിനുശേഷം പഞ്ചാബിൽ 2 സ്ഥലങ്ങളിലായി 3 വർഷം പ്രവർത്തിച്ചു. പിന്നെ ഗോണ്ട എന്ന് പറയുന്ന UPയിൽ വന്നും പോയിക്കൊണ്ട് 3 വർഷം പ്രവർത്തിച്ചു. ഹല്ലേലൂയ. അങ്ങനെ അനവധി പേർക്ക് സുവിശേഷം പങ്കുവയ്ക്കുവാൻ ദൈവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ നല്ല അവസരം ഒരുക്കി തന്നു. ചെറിയ പ്രായം മുതൽ എനിക്ക് ദൈവവുമായി ചേർന്ന് നടക്കുവാൻ ദൈവം കൃപ തന്നു. ഞാൻ ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിക്കപ്പെട്ടു. എൻ്റെ മാതാപിതാക്കൾ നല്ല പ്രാർത്ഥനയുള്ളവരായിരുന്നു. ഞങ്ങൾ 9 കുട്ടികളാണ്. ഞാൻ 2ാമത്തെ മകനാണ്. എൻ്റെ മാതാപിതാക്കൾ അവരുടെ കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം എന്നെയാണ് കണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സഹോദരന്മാരിൽ ഞങ്ങൾ 4 സഹോദരന്മാർ, 5 സഹോദരിമാർ. അവരാരും തന്നെ ഞാൻ ചെയ്ത പോലെ സുവിശേഷ വേല ചെയ്യുന്നില്ല. പരോക്ഷമായൊക്കെ ഒരു സഹോദരിമാരൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന കാര്യത്തിൽ അത്ര കഴിവുള്ളവനായിരുന്നില്ല. പല ക്ലാസ്സുകളിലും തോറ്റ് മുന്നേറുകയായിരുന്നു. എന്നാൽ 8ാം ക്ലാസ് ആയപ്പോൾ ചില സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ എനിക്ക് ഇനി പഠിച്ചേ പറ്റൂ എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. ഞാനൊരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. എനിക്ക് അന്ന് അറിയാവുന്ന രീതിയിൽ ഞാൻ ദൈവത്തോട്, യേശുവിനോട് വിളിച്ച് പ്രാർത്ഥിച്ചു, എന്നെ സഹായിക്കണം. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ പഠനത്തെ ദൈവം സഹായിച്ചു. ഞാൻ കഠിനമായി അധ്വാനിക്കുകയും അതിനനുസരിച്ചുള്ള ട്യൂഷൻ ടീച്ചറെ ലഭിച്ചതിനാൽ എൻ്റെ പഠനം അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ 10 പാസ്സാകുമെന്ന് ആരും തന്നെ ചിന്തിച്ചില്ല. അതിനുശേഷം ഞാൻ ഒരു സെമിനാരിയിൽ കടന്നുപോയി എൻ്റെ പഠനം ആരംഭിച്ചു. അവിടെ പ്രീ ഡിഗ്രി 2nd ഡിവിഷനിൽ പാസ്സായി. 3 വർഷത്തെ ട്രെയിനിങ് ആയിരുന്നു. 3 വർഷത്തിന് ശേഷം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെയും പഠനത്തിൻ്റെയും ജോലിയുടെയും പുറകിൽ 7 വർഷം കടന്നുപോയി. ഞാൻ BA പഠിച്ചു. 3rd ഡിവിഷനിൽ പാസ്സായി. ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് പഠിച്ചു. ടൈപ്പ് റൈറ്റിംഗ് പാസ്സായി. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് പഠിച്ചു. അത് പാസ്സായി. MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഞാൻ പകുതി പഠിച്ച് അത് വിട്ടു. അതിനുശേഷം ഞാൻ ഗുജറാത്തിൽ ഒരു ടീച്ചറായിരുന്നു. ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിരുന്നു. സൂരത്തിൽ ബാർഡോളി എന്ന് പറഞ്ഞ സ്ഥലത്ത് പുനിത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഞാനൊരു ടീച്ചറായിരുന്നു. 88 ഞാൻ അവിടെ ടീച്ചറായിരുന്നു. ഞാൻ ഗവൺമെൻറ് ജോലി കയറാൻ ശ്രമിച്ചു. എന്നാൽ അതെനിക്ക് ലഭിച്ചില്ല. എന്നാൽ 3 മാസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഭാവി എനിക്ക് അത്ര നല്ലതായി തോന്നിയില്ല. ഞാൻ ദൈവത്തോട് ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതം ഉണ്ടായിരുന്നു. എന്നും സന്ധ്യാസമയം
ഒരു 15 അരമണിക്കൂറെങ്കിലും ഞാൻ ദൈവത്തോട് എൻ്റെ വിഷയങ്ങൾ പറയുകയും എൻ്റെ നല്ല അനുഭവങ്ങളെ ഓർക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം എന്നോട് ദൈവം ഉള്ളിൽ മന്ത്രിച്ചു, നീ തിരിച്ച് നാട്ടിൽ പോകൂ, ഞാൻ നിനക്ക് ജോലി തരാം. എന്നാൽ നാട്ടിൽ അനവധി വർഷങ്ങൾ ഞാൻ പല ടെസ്റ്റ് എഴുതി, റെയിൽവേ, എയർ ഇന്ത്യ, ബാങ്ക്, പല ടെസ്റ്റുകൾ എഴുതിയിരിക്കും, കിട്ടാതെയാണ് ഞാൻ ജോലി അന്വേഷിച്ച് പോയത്. തിരിച്ചു വരുന്നതിൽ ഒരു അർത്ഥമില്ല. എങ്കിലും അവിടെയും ഭാവി കാണാത്തതിനാൽ ദൈവം എൻ്റെ മനസ്സിൽ മന്ത്രിച്ചതനുസരിച്ച് ഞാൻ തിരിച്ചു വന്ന് വീട്ടിൽ, പ്രത്യേകിച്ച് ചേട്ടൻ്റെ കുറച്ച് സ്ഥലം ഞാൻ ചാലക്കുടിയിൽ വാങ്ങിച്ചിരുന്നു. ആ സ്ഥലം ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. എങ്കിലും സന്ധ്യാസമയത്തുള്ള പ്രാർത്ഥന ഞാൻ നിർത്തിയിരുന്നില്ല. എൻ്റെ വിഷയങ്ങൾ ഞാൻ ദൈവത്തോട് ദിവസവും പങ്കുവയ്ക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ വിസ തയ്യാറാക്കി. ഞാൻ ചേട്ടനോട് ചോദിക്കുകയോ എഴുതുകയോ ഒന്നും ഉണ്ടായില്ല. എങ്കിലും എൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം എനിക്ക് വേണ്ടി ഒരു വിസ ശരിയാക്കി. അപ്പോൾ എനിക്ക് യാതൊരു ചിലവും കൂടാതെ 2.5 മാസത്തോളം മറ്റോ ഞാൻ ചാലക്കുടിയിലുണ്ടായിരുന്നു. ആ 2.5 മാസത്തിനുള്ളിൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ ഗൾഫിലേക്ക് കടന്നുപോയി. അബുദാബിയിൽ ഒരു ഇൻ്റർനാഷണൽ ഹോട്ടലിൽ അസിസ്റ്റൻറ്റ് റിസപ്ഷനിസ്റ്റിൻ്റെ ജോലിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. നല്ല സാലറി ആയിരുന്നു. എങ്കിലും ചെറിയ പ്രായം മുതൽ എനിക്ക് രക്ഷ പ്രാപിക്കണം, സ്വർഗത്തിൽ എത്തിച്ചേരണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പലരും ആശയില്ലാതെ മരിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അന്നൊക്കെ ചെറിയ നാളിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നിത്യത പ്രാപിക്കാൻ ഏതെങ്കിലും വഴിയുണ്ടെങ്കിൽ തീർച്ചയായും അതിനുവേണ്ടി ഞാൻ ശ്രമിക്കും. എന്നാൽ യേശുവിൽ വിശ്വസിച്ചാൽ നിത്യതയിൽ ചെന്നെത്തിപ്പെടാം എന്നുള്ള കാര്യം ആരും എന്നെ വ്യക്തമായി പഠിപ്പിച്ചില്ലായിരുന്നു. എന്നാൽ ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്തിരുന്ന 5 സ്റ്റാർ ഹോട്ടലിൽ പൊതുവെ അവിടെ മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് വരാറ്. ഏഷ്യക്കാർ, പ്രത്യേകിച്ച് ഇന്ത്യക്കാരൊക്കെ വളരെ വളരെ അപൂർവമാണ് അവിടെ വന്നിരുന്നത്. എന്നാൽ ഒരു ദിവസം ഇന്ത്യയിൽ മംഗലാപുരത്ത് നിന്ന് ഒരു ബിസിനസ്സുകാരൻ ഹോട്ടലിലേക്ക് കടന്നു വന്നു. ആളെ ഞാൻ ഹോട്ടലിൻ്റെ റൂമിൽ കൊണ്ടുവിടാൻ പോയപ്പോൾ ആളെന്നോട് എൻ്റെ പേര് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ജെയിംസ് ആണ് എൻ്റെ പേരെന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിനെ പറ്റി ചില കാര്യങ്ങൾ പറയാൻ ആരംഭിച്ചു. അപ്പോൾ അന്ന് ഞാൻ ഭക്തനാണെങ്കിലും ഞാൻ BA എക്കണോമിക്സ് ഒക്കെയാണ് എനിക്ക് പഠിക്കേണ്ടി വന്നത്. അതിൽ കാറൽ മാർക്സിൻ്റെ സിദ്ധാന്തം പഠിക്കേണ്ടി വന്നു. അതിനാൽ പൊതുവെ മതങ്ങൾ തമ്മിൽ എന്തിന് വഴക്കടിക്കുന്നു എന്നുള്ള ഒരു ചിന്താഗതി ആണ് ഉണ്ടായിരുന്നത്. അത് അദ്ദേഹത്തോട് ഞാൻ ഷെയർ ചെയ്തു. എല്ലാ മതങ്ങളും പൊതുവെ ഒരു ദൈവത്തെയാണ് പറയുന്നത്. പിന്നെ എന്തിന് തമ്മാമിൽ മതങ്ങൾ ഭിന്നിച്ചു നിൽക്കുന്നു, എന്തിന് തമ്മാമിൽ വഴക്കടിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ യേശുവിനെ പറ്റി 3 കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ആദ്യം പറഞ്ഞു, യേശു മറ്റുള്ളവരെ പോലെയല്ല, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. പിന്നെ ആൾ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ഒരുവനും പിതാവിൻ്റെ പക്കൽ എത്തുന്നില്ല. അതായത് സ്വർഗത്തിൽ എത്തണമെങ്കിൽ യേശു തന്നെയാണ് വഴി, ഏക വഴി. അതിനുശേഷം പറഞ്ഞു, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അവസാനമായി പറഞ്ഞ കാര്യം, യേശു തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് ചോദിച്ചു, അല്ലെങ്കിൽ എതിരാളികളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നിൽ എന്തെങ്കിലും കുറ്റം കണ്ടെത്തുവാൻ സാധിക്കുമോ? ആർക്കും തന്നെ യേശുവിൽ കുറ്റം കണ്ടെത്തുവാൻ സാധിച്ചില്ല. അതാണ് യേശുവിൻ്റെ പ്രത്യേകത. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വ്യക്തി
ഈയുമായി ഞാൻ പിരിഞ്ഞു. പിന്നീട് ആ വ്യക്തിയെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ അത്രയും പറഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിൽ അകത്ത് എന്തോ ഒരു വലിയ മാറ്റം വന്നു. ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് ആ സമയത്ത് എൻ്റെ അകത്തേക്ക് കടന്നു വരുന്നു. അതുവരെയും പരിശുദ്ധാത്മാവ് പുറത്തു നിന്ന് ഇടപെടുകയായിരുന്നു. അന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തേക്ക് വന്ന് നിത്യതയെ ഉറപ്പിച്ചു തന്നു വചനത്തിലൂടെ. അതിനുശേഷം ഞാൻ കഷ്ടി ഒരു വർഷം പല കൂട്ടായ്മകളിലേക്ക് കടന്നുപോയി. അതൊന്നും ഞാൻ കരുതിക്കൂട്ടി പോയ കൂട്ടായ്മകളൊന്നല്ല. പരിശുദ്ധാത്മാവ് യേശു എനിക്ക് വേണ്ടി പല കൂട്ടായ്മകൾ തുറന്നു. അപ്പോൾ ഞാൻ ഡ്യൂട്ടിയോട് ഒപ്പം തന്നെ ഈവനിങ് സമയങ്ങളിൽ പല കൂട്ടായ്മകളിലേക്ക് തുടർച്ച് 2, 3, 4 കൂട്ടായ്മ ഒരാഴ്ചയിൽ ഞാൻ കടന്നു പോകുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു വർഷം അങ്ങനെ പല കൂട്ടായ്മകളിലും കടന്നുപോയി. അതിനിടയ്ക്ക് ഞാൻ അവിടെ സ്നാനപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ ആദ്യം തന്നെ ചെറിയ നാളിൽ തന്നെ അല്ലെങ്കിൽ സെമിനാരിൽ പോയതിനു ശേഷം എനിക്ക് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കണം, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിലൊന്നും എനിക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ തോന്നിയിരുന്നില്ല. അതൊക്കെ ഒരു ദിവസം നഷ്ടപ്പെട്ടു പോകും. എന്തെങ്കിലും ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്താൽ മാത്രമേ നിലനിൽക്കുള്ളൂ എന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചിന്തയിലാണ് ഞാൻ മുന്നേറിയത്. എൻ്റെ ആ ചിന്ത പരിശുദ്ധാത്മാവ് ഇട്ട് തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സമയമായപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ വിളിച്ചു, എന്നെ മനസ്സിലാക്കി തന്നു. അപ്പോൾ ഒരു വർഷത്തിന് ശേഷം എന്നെ ദൈവ വിളിക്ക് വേണ്ടി വിളിച്ചു. എന്നാൽ ഇത്രയും നല്ല ജോലി വിട്ട് ദൈവവേലയ്ക്ക് ചെയ്യുക എന്നുള്ളത് ഒരു റിസ്ക് ആയിരുന്നു. വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. നല്ല സാലറി ഉണ്ടായിരുന്നു. ഇന്നത്തെ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ എനിക്ക് 80,000 രൂപ സാലറി ഉണ്ടായിരുന്നു. ഇന്നത്തെ ഫുഡും അക്കോമഡേഷനും 2 വർഷത്തെ പ്ലെയിൻ ടിക്കറ്റ് എനിക്ക് ഫ്രീ ആയിരുന്നു. എനിക്ക് 3 വർഷത്തെ വിസയായിരുന്നു. 2 വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ കുറച്ച് സ്ഥലങ്ങൾ വാങ്ങിച്ചു. ദൈവം എന്നെ അനുഗ്രഹിച്ചു. എങ്കിലും ദൈവത്തിൻ്റെ വിളി വന്നപ്പോൾ ഞാനതൊക്കെ വിട്ട് ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നു. 7 മാസം ഞാൻ നാട്ടിൽ നിന്നു. അതിനുശേഷം പിന്നെ വടക്കേ ഇന്ത്യയിൽ കടന്നുപോയി 6 മാസം ബൈബിൾ ട്രെയിനിങ് നേടിയതിന് ശേഷം പിന്നീട് ഞാൻ തിരിച്ച് വീട്ടിൽ കടന്നു വരാതെ അവിടെ നിന്നും ഏകനായി ഉത്തർപ്രദേശിലേക്ക് കടന്നുപോയി. എൻ്റെ ട്രെയിനിങ് മധ്യപ്രദേശിലായിരുന്നു. അവിടെ കടന്നു ചെന്ന് സുവിശേഷ വേല ആരംഭിച്ചു. അങ്ങനെ ഇത്രയും വർഷക്കാലം ഇപ്പോഴും ഹരിയാനയെ അംബാല എന്ന് പറഞ്ഞ സ്ഥലത്ത് സുവിശേഷ വേല ചെയ്യുന്നു. എനിക്ക് ഒരു ജീവിത പങ്കാളിയുണ്ട്, പേര് ഓമന. ഞങ്ങൾ ഒന്നിച്ചാണ് സുവിശേഷ വേല മിക്കവാറും എല്ലാ സ്ഥലങ്ങളും ചെയ്തിട്ടുള്ളത്. ആളൊരു സെക്കുലർ ടീച്ചറായി വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ മോൻ ഒരു 30 വയസ്സ് കഴിഞ്ഞു, എൻജിനീയറാണ്, സോഫ്റ്റ്വെയർ എൻജിനീയറാണ്. പിന്നെ ഒരു മോളുണ്ട്, ഇപ്പോൾ BEd പഠിക്കുന്നു. 2 വർഷം MSc സൈക്കോളജി കഴിഞ്ഞ് സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. 3ാമത് ഒരു മോളുണ്ട്, ആളിപ്പോൾ 12th ക്ലാസ്സിൽ പഠിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ഇവാഞ്ചലിസമാണ് ചെയ്തത്. കൂടുതലും ഇവാഞ്ചലിസത്തിൻ്റെ കോളിംഗാണ് മെയിനായിട്ട് എൻ്റെ ജീവിതത്തിലുള്ളത്. അപ്പോൾ ഞാൻ കിട്ടുന്ന സാഹചര്യങ്ങളിലെല്ലാം ദൈവവചനം അത് ട്രാക്ട്സ് ആയിട്ടും ബുക്ക്ലെറ്റ്സ് ആയിട്ടും അനവധി പേർക്ക് കൊടുത്തു. പ്രത്യേകിച്ച് 7,000 ട്രെയിനിലും പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്.
ട്രെയിനിൽ ആദ്യ കമ്പാർട്ട്മെൻറ്റ് മുതൽ അവസാന കമ്പാർട്ട്മെൻറ്റ് വരെയും ഞാൻ ട്രാക്റ്റുകളും ബുക്ക്ലെറ്റ്സുകളും ഗോസ്പലുകളും ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു 5 മിനിറ്റിനുള്ളിൽ മിക്കവാറും എല്ലാ ബോഗികളിലും ഞാൻ ലിറ്ററേച്ചർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ദിവസം ഒരെണ്ണമെങ്കിലും ഒരു ട്രെയിനെങ്കിലും സുവിശേഷീകരിക്കുക എന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു, ചെയ്യുമായിരുന്നു. എന്നാൽ ചിലപ്പോൾ കടന്നു പോകുമ്പോൾ 2-3 ട്രെയിനുകളൊക്കെ സുവിശേഷീകരിക്കുമായിരുന്നു. അങ്ങനെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് 8 സംസ്ഥാനങ്ങളിലേക്ക് കടന്നു പോകുന്ന 7000 ട്രെയിനിലെങ്കിലും എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് സുവിശേഷ പ്രതികൾ വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവരുടെ ഭവനങ്ങളിൽ എത്തിച്ചേർന്ന് ഞങ്ങൾ കൊടുത്ത ലഘുലേഖകൾ എത്താത്ത ഒരു വടക്കേന്ത്യയിലെ ഗ്രാമങ്ങളും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൂടാതെ ഞാൻ കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത് അവിടുത്തെ ഗവൺമെൻറ് സ്കൂളുകളിലാണ്. അന്നാളുകളിൽ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ചെറിയ സ്കൂളിൽ നിന്ന് ആരംഭിച്ചു ഒരു അരമണിക്കൂർ ഞാൻ മോറൽ ടീച്ചിങ് കൊടുക്കുമായിരുന്നു. അതും വചനത്തിൽ നിന്ന് കൊടുക്കുമായിരുന്നു, മോറലായിട്ടുള്ള ടീച്ചിങ്. അതിനുശേഷം ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ നിങ്ങളെ ഇപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ബൈബിളിലത്തെയാണ്. ബൈബിളിൽ നമ്മൾ യേശുവിനെ കാണുന്നു, യേശു സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്ന് സ്വർഗത്തെയും നരകത്തെയും പറ്റി പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ച് 1 മണിക്കൂറെങ്കിലും പഠിപ്പിച്ചതിന് ശേഷം ഞാൻ നിർത്തുമായിരുന്നു. അങ്ങനെ കടന്നുപോയ സ്കൂളുകൾ എൻ്റെ കണക്കൂട്ടലിനനുസരിച്ച് 1000 ആയിരുന്നു. 1000 സ്കൂളുകളിലെങ്കിലും ഞാൻ ഇങ്ങനെ പോയി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അനവധി ജയിലുകളിൽ പോയി പ്രവർത്തിച്ചിട്ടുണ്ട്. 1-2 പ്രാവശ്യം വലിയ കോളേജിൽ പോയി പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എവിടെയെല്ലാം പ്രവർത്തിക്കാൻ പറ്റുമോ അവിടെയൊക്കെ, പ്രത്യേകിച്ച് കാൺപൂർ ആയിരുന്നപ്പോൾ അവിടുത്തെ IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതിൽ പോയി മിക്കവാറും ആ ക്യാമ്പസിൽ കടന്നുപോയി. അവിടുത്തെ 5 ഹോസ്റ്റലുകളുണ്ട്. അതിലൊക്കെ പോയി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കൊടുക്കുമായിരുന്നു. 3 വർഷം കൊടുക്കുമായിരുന്നു. അങ്ങനെ എവിടെയൊക്കെ ചാൻസ് കിട്ടുന്നുവോ അവിടെയൊക്കെ ദൈവവചനം എത്തിക്കുവാൻ സഹായിച്ചിട്ടുണ്ട്. ദൈവം എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ വടക്കേന്ത്യയിലെ 16 വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് കോണ്ടാക്ട് പ്രവർത്തകരുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകരല്ല, കോണ്ടാക്റ്റിൽ വന്ന പ്രവർത്തകർ. അവരെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു, അവരെ വളർത്തുന്നു, പ്രാർത്ഥിക്കുന്നു, പലപ്പോഴും അവരെയൊക്കെ വിസിറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് അവരാണ് പലപ്പോഴും ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്നത്. ഞങ്ങൾ വളർത്തിയ ശിഷ്യന്മാരാണെന്ന് ഞങ്ങളെ സാമ്പത്തികമായി മിക്കവാറും സഹായിക്കുന്നത്. അല്ലാതെ സഹോദരി സഹോദരന്മാരും ബന്ധുമിത്രാദികളും ഫ്രണ്ട്സുമായി പല തരത്തിലുള്ള സഹായങ്ങൾ സുവിശേഷകരുടെ ഒരു താല്പര്യമുള്ളവർ ഞങ്ങളെ ചെറുതും വലുതുമായൊക്കെ സഹായിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് സുവിശേഷമെല്ലാം ചെയ്യുവാൻ സാധിക്കുന്നു. ഇത്രയും പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞ ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഏവർക്കും വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ. യേശു പറഞ്ഞു, കൊയ്ത്ത് ഏറെയുണ്ട്, എന്നാൽ ജോലിക്കാരോ ചുരുക്കം. ദൈവത്തിന് മഹത്വം. നമുക്ക് തന്ന ആയുസ്സും ആരോഗ്യം ഉപയോഗിച്ച് യേശു പറഞ്ഞതുപോലെ യേശുവിൻ്റെ രാജ്യം വരണമേ എന്ന് യേശു പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചു. നമ്മളും യേശുവിൻ്റെ രാജ്യം വരാൻ വേണ്ടി നമ്മളാൽ പറ്റാവുന്നത്രയും ദൈവവചനം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ രാജ്യം വരുമ്പോൾ നമുക്ക് ആ രാജ്യത്തിലേക്ക് വളരെ സന്തോഷത്തോടെ പ്രവേശിക്കുവാൻ സാധിക്കും. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു.